മലയാള സിനിമയുടെ ചരിത്രം നിങ്ങൾ തിരുത്തി എഴുതിക്കോ. റൈഫിൾ ക്ലബ്ബ് ആഷിക് കപൂർ തൂക്കി ക്രിസ്മസ് തൂക്കി ക്ലൈമാക്സ് എല്ലാം കൊള്ളാം ബ്രോ, അടിപൊളിയാണ്. ആഷിക് കപൂറിന്റെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു. തിയേറ്റർ വാച്ചാണ്. ഫ്രെയിം ഒക്കെ നൈസാണ് കേട്ടോ, എടുത്തേക്കുന്ന എല്ലാം നൈസാണ്. കുറച്ചുകൂടെ വിന്റേജ് മോഡലാണ് എടുത്തേക്കുന്നത് എല്ലാം. നൈസാണ്, ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഹണ്ടിങ് മൂഡ് സെറ്റ്. ആക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ പക്ക ആക്ഷനാണ്. മൊത്തം റൈഫിൾ കൊണ്ടുള്ള കളിയാ. ഒരു രക്ഷയില്ല. പക്ക ഒരു അമൽനീരത്ത് പടം കണ്ട ഫീലാണ്. ആഷിക് കപൂർ എന്ന് പടം പറയില്ല, അമൽനീരത്തിന്റെ. പക്ഷെ ആ ഒരു ഫ്രെയിംസും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. വെടി കൊണ്ടവരും വെടി വച്ചവരെല്ലാം ഒരേ തീ. സ്റ്റോറി വൈസ് വലിയതില്ലെങ്കിലും മേക്കിംഗ് വൈസ് സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി പടം, തിയേറ്റർ വാച്ച് ചെയ്യേണ്ട പടം തന്നെയാണ്. നൈസാണ്, പടം കിടിലാണ്, ഒരു രക്ഷയില്ല. പയ്യന്മാരെയൊക്കെ കയ്യിലെടുത്തളയും. ലെഗസിയാണ് അങ്ങനത്തെ പടം ചെയ്തേക്കുന്ന അത്ര കിടില. It was very nice. बहुत अच्छा था. Action भी बहुत अच्छा था. Like from start to end, full on action था. So it was a very good experience. Seeing so much action and also the girls were performing very nicely. So മേക്കിംഗ് ആണ് ഇപ്പോൾ. ഇത് കുറച്ച് ഓൾഡ് ടൈം സിനിമയാണ്. അപ്പൊ ആ ഒരു ടെക്സ്ചർ കിഡിലായിട്ട് അവർ എടുത്തിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ടച്ച് ഒക്കെ ഉണ്ട്. പിന്നെ അടിപൊളി പടം. എങ്ങനെയാണ്, ഒരു ഫെസ്റ്റീവ് മൂഡൊക്കെ ആണോ അതോ? പിന്നെ ആഘോഷിച്ചാണ് നമ്മള്. തിയേറ്റർ കിട്ടിലാണ്, എല്ലാരും വിസിലടിയും കയ്യടിയും തന്നെ. അടിപൊളി പടമായിരുന്നു. നമ്മളൊരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്നൊരു ഇതിൽ കണ്ടങ്ങ് പോയി. റൈഫിൾ ക്ലബ്ബ് നൈസ് പടം. കുറേ നാൾക്ക് ശേഷം ആഷിക് കപൂർ മനസ്സ് നിറച്ച ഒരു സിനിമ കണ്ടു. കേട്ടില്ല, അന്യായം അതാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം മുതൽ ഫസ്റ്റ് സീൻ തൊട്ട് വെടി തുടങ്ങുവാണ്. അത് തുടങ്ങി മാലപ്പടക്ക് അവസാനം തൃശ്ശൂർ പൂരം കണ്ട ഒരു എഫക്റ്റാണ്. കിടുപ്പം പെടുന്നതിനൊക്കെ എല്ലാ വർക്കും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലും മോശം പറയാനില്ല. മറ്റേ ഇവരുടെയൊക്കെ ഡ്രസ്സൊക്കെ എല്ലാം ഒന്നിനൊന്നിനും വെച്ച് ഒരു പടം നമ്മുടെ ആവേശമൊക്കെ കണ്ടിറങ്ങിയ ഒരു എഫക്റ്റാണ്. കിടുകിടുപ്പൻ സാഗർത്ത് ബിസിനസ് ഇത് വാരും ഉറപ്പാണ്. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഒരു അഡ്രിനാലിൻ റഷുള്ള ഒരു സിനിമയാണ്. പിന്നെ സിനിമ, നമ്മളൊരു സിനിമ സ്ക്രീനിൽ നിന്ന് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലുള്ള സിനിമാറ്റിക് മൊമെന്റ്സ് ആണ് ഒരുപാട്. കിടിലം പടമാണ്. വെടി എല്ലാ പേരിൻ്റെ അതുപോലെ തന്നെയാണ്, എല്ലാ വെടിവെപ്പാണ്. ക്ലൈമാക്സ് ഒക്കെ പൊളിയാണ്, ഒരേ പൊളി. പിന്നെ എന്ത് കിട്ടില്ല മാസ് പടം പൊളി. ആഷിക് കപൂറിന്റെ അവസാനത്തെ 2 പടം എല്ലാ ഇതില്ലായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാ വയസ്സും ഫസ്റ്റ് ഹാഫ് ഭയങ്കര കോമഡിയും കാര്യങ്ങളും, ക്ലൈമാക്സ് എവിടെയൊക്കെ ചെന്നെത്തി. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപ്പനും മോനും കാസ്റ്റിംഗ് ഉണ്ട്. അത് പക്ഷേ ട്രെയിലർ റിവീലിംഗ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അത് പക്ഷേ ഭയങ്കര രസമായിരുന്നു. പക്ഷെ എല്ലാവരും സാധാരണ സിനിമ വരുമ്പോൾ 10-20 കാസ്റ്റിംഗ് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് തോന്നും ഇത്ര വേണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസും ഉണ്ട്. ചെറിയ റോളിൽ ഒരു ആ ഒരു സാധനമുണ്ട്. ചെറിയ ജോലിക്കാരിയായിട്ടൊന്നല്ല, ആ ഒരു ഭയങ്കര രസമുണ്ട്. മസ്റ്റ് വാച്ച് പടമാണ്. ക്രിസ്മസ് തൂക്കും ഉറപ്പ്. ബ്രോ, കുറേ കാലത്തിന് ശേഷമാണ് ഇന്റർവെല്ലിന് ഒരു സിനിമയ്ക്ക് കൈയടിക്കണം കേട്ടോ. അതുപോലെ തന്നെ ക്ലൈമാക്സ് അടിപൊളി, ഇറങ്ങിയ കൾട്ട് ക്ലാസിക്കാണ്. ഇന്റർവെൽ വരെ കൊണ്ട്, പക്ഷെ പടം പെട്ടെന്ന് തീർന്നു പോയെന്നാണ് പറയാനുള്ളത്. പടം പെട്ടെന്ന് തീർന്നു പോയി, പക്ഷേ സംഭവം പൊളിച്ച് കിട്ടില്ല. പടം എൻഗേജിങ് ആണ്, നല്ല എൻഗേജിങ് ആണ്. ഇന്റർവെൽ വരെ നമുക്ക് എന്താ ഗൂസ് ബംസ് ആണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പടം പെട്ടെന്ന് തീർന്നു പോയി, അതിലൊരു വിഷമമുണ്ട്. പടം നൈസാണ്, കിടില പടം, ഒരു രക്ഷയില്ല. ആക്ഷനിൽ തുടങ്ങുമ്പോൾ തുടങ്ങിയ വെടിയാണ്. അവസാനം തൃശ്ശൂർ പൂരം കണ്ട ഒരു എഫക്റ്റാണ്. കിടുകിടുപ്പം പടം. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എല്ലാ ഡിപ്പാർട്ട്മെന്റും കിടുപ്പനാക്കിയിട്ടുണ്ട്. നല്ല മൂവിയാണ്. വെരി ഗുഡ്. ആഷിക് കപൂറിന്റെ പുതിയൊരു മൂവിയാണ്. നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറെ എന്റർടൈനറാണ്. നമുക്ക് ഭംഗിയായിട്ടിരുന്ന് കാണാൻ പറ്റും. ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇതിന്റെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ അനുഭവിക്കുക. ഗംഭീര ആക്ഷൻ മൂവിയാണ്. ഷോ ഒരു രക്ഷയില്ല. മലയാളത്തിൽ എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ ഉറപ്പായിട്ടും കത്തും. ദിലീഷ് പോത്തിന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറൊരു മേക്കിംഗ് ആണ്. അതുപോലെ തന്നെ അനുരാഗ് കാശ്യപ് കോംബോ, റൈഫിൾ ക്ലബിൻ്റെ എല്ലാ ആംബിയൻസും ഉണ്ട്. തിയേറ്റർ വാച്ചുള്ള ഐറ്റം തന്നെയാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. കിട്ടുക്കാച്ചു ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. സൂപ്പർ മൂവി.